ഈ ആകാശം കണ്ടോ? ചോക്കൊണ്ട് ആരുണ്ട് കുത്തി വരച്ച പോലെയല്ലേ? വെളിയിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഓരോ വിഷ്വൽസ് ഞാനിതുപോലെ ചുമ്മാ റെക്കോർഡ് ചെയ്ത് വെക്കും. എപ്പോഴെങ്കിലുമൊക്കെ ചുമ്മാ എടുത്ത് നോക്കും. രസമല്ലേ കാണാൻ? ഈ ഗ്രൗണ്ടിൽ എപ്പോഴും ഇതുപോലെ ആളുകൾ കാണണം. പിന്നെ ഫുട്ബോള് അങ്ങനെയൊക്കെ എപ്പോഴും വരും. അപ്പം നമുക്കിങ്ങനെ കാണാൻ നല്ല രസമല്ലേ? കഴിഞ്ഞ ഷോർട്സിന് വോയിസ് ഓവർ കൊടുത്തപ്പോഴത്തേക്കും ഞങ്ങൾ നാട്ടിലെത്തി കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നത് പെൻഡിങ് കിടന്നൊക്കെ ഞാൻ ചുമ്മാ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഫ്യൂച്ചറിലെടുത്ത് നോക്കാമല്ലോ, എപ്പോഴെങ്കിലും കാണാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച്. എന്തായാലും നല്ല ജോലിയായിരുന്നു. ഇവിടെ വന്നൊന്ന് സെറ്റായിട്ടും ഒന്നും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. നല്ല ജോലി തിരക്കായിരുന്നു. അപ്പം ഞാനിതുപോലെ മോളുടെ ഒരുപാട് ബുക്സ് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളതെല്ലാം കാർഗോ ഷിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അറിയാമല്ലോ, വെയിറ്റ് ഒരു പ്രശ്നം കൈ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 4 വർഷത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ മോക്കുള്ളത് കുറേ ബുക്സായിരുന്നു. അപ്പം ബുക്സ് എല്ലാം കൂടി ആദ്യം തന്നെ ABC കാർഗോ വഴിയാണ് നമ്മൾ അയച്ചത്. 7 ദിവസം പറഞ്ഞു, പക്ഷേ എത്തിയപ്പം 16 ദിവസം എടുത്തത്. ഇപ്പോൾ ആ സമയത്ത് വാറൊക്കെ നടക്കുന്ന സമയമായിരുന്നല്ലോ. അപ്പം നമ്മളിതുപോലെ പാക്ക് ചെയ്ത് വെച്ചു. അവർ വന്ന് എടുത്തുകൊണ്ട് പോയി അങ്ങനെ അയക്കുകയാണ് ചെയ്തത്. പിന്നെ മോൾക്കാണെങ്കിൽ സ്കൂളിൽ ഇതുപോലെ മോള് ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ 2 പബ്ലിഷ് ചെയ്ത് നമ്മളതിലൊരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഈ മെമ്മറീസും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊന്നും നമുക്ക് മിസ്സാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം കളയാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ അയച്ച് എത്തിക്കുക എന്നുള്ളത്. നമ്മളൊരു ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും എത്തിക്കാമെന്ന് പറയാം. പക്ഷേ വേറൊരു രാജ്യത്തുനിന്ന് വരുമ്പോൾ നമുക്ക് ലഗേജ് പ്രോബ്ലം അങ്ങനെ വന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എൻ്റെ തന്നെ ഞാൻ തന്നെ കുറേ ക്രാഫ്റ്റും ആർട്ടും ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കതായിരുന്നു ഏറ്റവും വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്. അയച്ച് കിട്ടിയതുകൊണ്ട് കുറേ ഇങ്ങ് എത്തിക്കാൻ പറ്റി. കുറച്ച് സാധനമൊക്കെ നമുക്ക് അവിടെ തന്നെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പം നമ്മുടെ മണി ബാങ്കിലുള്ള കോയിൻ മാറണം, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വീഡിയോസ് എടുത്തു വെച്ചാൽ കേട്ടോ. കിച്ചണിൽ നിന്ന് കാണുമ്പോൾ എപ്പോഴും ഈ മരം കാണുമ്പോൾ എനിക്കൊരു ഹാലോവീൻ ട്രീ പോലെയാണ് തോന്നുന്നത്. നിങ്ങൾക്കങ്ങനെ തോന്നിയോ? എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷമായിട്ട് ഉടനെ വരാം കേട്ടോ. ബൈ, താങ്ക് യു.